ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ വാക്യമെന്ന കാര്യത്തിൽ അഭിപ്രായാന്തരമില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ സമുദായങ്ങളുടെയും തൗഹീദിൻ്റെ വാക്യം ഇതുതന്നെയാണ്. ഇത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ നിയുക്തരായത്. ശാഖാപരമായ കാര്യത്തിൽ സാരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തൗഹീദിൻ്റെ വാക്യത്തിൽ എല്ലാവരും ഒന്നാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാ. ഞാനും എൻ്റെ പൂർവികരായ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചത് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കിൻ്റെ സാരം. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയും ഒരു വ്യക്തിയും അവർ എത്ര ഉന്നതരാണെങ്കിലും അവർ ആരാധനക്കർഹരല്ല. മുഴുവൻ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ അവർ ആരാധനക്ക് അർഹരാണെന്ന വിശ്വാസമാണ് ഇതിൻ്റെ നേർവിപരീതമായ വിശ്വാസം. അതിനാണ് ശിർക്ക് എന്ന് പറയപ്പെടുന്നത്. ഈ ശിർക്കൻ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരൊറ്റൊരു മുസ്ലിമായ മനുഷ്യനെയും എവിടെയും കാണില്ല. കാരണം അള്ളാഹുവിന് പുറമെ ഇലാഹുകളുണ്ടെന്ന മൗഢ്യം പറയുന്ന മുസ്ലിമീങ്ങൾ ലോകത്താരുമില്ലല്ലോ. ഇസ്ലാമിക വെളിച്ചം അകത്ത് കടന്ന ഒരാളും ഏക സത്യദൈവമായ അള്ളാഹുവിൻ്റെ പുറമെ മറ്റൊരു ഇലാഹുകളുമില്ല എന്ന കാര്യം ഉറപ്പിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുവചനത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. വഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി വലാകിൻ അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫീഹാ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ വിവരിക്കുന്നത് എൻ്റെ കാലശേഷം നിങ്ങൾക്ക് ശിർക്ക് സംഭവിക്കുമോ എന്ന കാര്യം ഞാൻ പേടിക്കുന്നില്ല, മറിച്ച് ഭൗതികമായ ഈ ലോകത്തെ സുഖാനുഭൂതികളിൽ നിങ്ങൾ മതിമറന്നു പോകുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശദീകരണത്തിൽ നിന്ന് ശിർക്ക് ഈ സമുദായത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ആശയം വളരെ ലളിതവും സുതാര്യവുമാണ്. ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്കാരോപിക്കുവാൻ യാതൊരു ന്യായവുമില്ലെന്ന് ബോധ്യപ്പെടും. എന്നാൽ വിശ്വാസികൾക്കെതിരെ ശിർക്കാരോപിച്ചുകൊണ്ട് നിലവിൽ വന്ന ബിദ്ഈ കക്ഷികൾ അതിനുവേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യക്തവും സുവ്യക്തവും കൃത്യവുമായ ഈ ആശയത്തിൽ ഈ സാരത്തിൽ മായം ചേർക്കുകയാണ് ചെയ്തത്. ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹൻ മഅബൂദും ബിഹഖ് എന്നാണല്ലോ ഇലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇബാദത്ത് എന്താണെന്നത് എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. തഫ്സീർ ഗ്രന്ഥങ്ങൾ അത് വ്യക്തമായി വിശദീകരിച്ചിട്ടുമുണ്ട്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പോലത്തെ മുഫസ്സിറുകൾ ഇബാദത്തിനെ വിശദീകരിക്കുന്നത് അഖ്സാ ഗായത്തിൽ ഖുളൂഇ വ തദല്ലുൽ, പരമമായ വണക്കമെന്നാണ്. നിഹായത്തു തഅ്ലീം എന്നും ചില പ്രമുഖരായ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങേ അറ്റത്തെ വണക്കമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളുടെ വണക്കം അങ്ങേ അറ്റത്തെ വണക്കമാകുന്നത് വണങ്ങപ്പെടുന്ന ആള് അങ്ങേ അറ്റത്തെ ശക്തിയാകുമ്പോഴാണ്. അപ്പോൾ പരമമായ ശക്തിക്ക് വണങ്ങുമ്പോഴാണ് പരമമായ വണക്കമുണ്ടായിത്തീരുന്നത്. പരമമായ ശക്തി റബ്ബാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇലാഹാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരാണല്ലോ പരമമായ ശക്തി. അതിനാൽ ഇലാഹാണെന്നും റബ്ബാണെന്നുമുള്ള വിശ്വാസത്തോടു കൂടെ ഒരാൾക്ക് വണങ്ങുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയപ്പെടുക എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളെല്ലാം രേഖപ്പെടുത്തിയതിൽ നമുക്ക് മനസ്സിലാക്കാം. മുൻഗാമികൾ ഇബാദത്തിന് നൽകിയ ഈ അർത്ഥം മാറ്റിവെച്ച് ഒരു പുതിയ അർത്ഥം കണ്ടെത്തിയിരിക്കുകയാണ് ബിദ്അത്തുകാർ. മറഞ്ഞ വഴിയിലൂടെ ഗുണമോ നേട്ടമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് പുത്തൻ പ്രസ്ഥാനക്കാർ കണ്ടെത്തിയ ഇബാദത്തിൻ്റെ പുതിയ നിർവചനം. ഭാഷാപരമായോ പ്രയോഗപരമായോ യാതൊരു പിന്തുണയും ന്യായവുമില്ലാത്ത ഒരു അർത്ഥകൽപ്പനയാണിത്. ഇബാദത്തിന് ഇങ്ങനൊരർത്ഥം മുൻഗാമികളാരും പറഞ്ഞിട്ടില്ല. നബിമാരോടും പുണ്യാത്മാക്കളോടും ആവലാദികൾ ബോധിപ്പിക്കുന്നത് ശിർക്കാണെന്ന് ആരോപിച്ച് രംഗത്ത് വന്ന 8-ാം നൂറ്റാണ്ടിൽ രംഗത്ത് വന്ന ഇബ്നു തൈമിയയും തൻ്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമും ഇങ്ങനൊരർത്ഥം ഇബാദത്തിന് അവർ കൽപ്പിച്ചിട്ടില്ല. മുഫസ്സിറുകൾ പറഞ്ഞ അർത്ഥത്തെ അവർ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്.
എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ വഹാബി തലവന്മാരായി രംഗത്ത് വന്ന റഷീദ് റിളായും മുഹമ്മദ് അബ്ദുവുമാണ് ഈ പുതിയ അർത്ഥം ഇബാദത്തിന് പടച്ചുണ്ടാക്കിയത്. ഇക്കഥകളൊന്നും അറിയാതെയാണ് വഹാബി കുഞ്ഞാടുകൾ അല്ലാഹുവല്ലാത്തവരെ വിളിക്കുന്നതും മറഞ്ഞ വഴിയിലൂടെ സഹായം പ്രതീക്ഷിക്കുന്നതും ശിർക്കാണെന്ന് ഒരു വലിയ തത്വമായി ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്. അതിൻ്റെ പേരിൽ മുവഹിദുകളായ സുന്നികൾ മുശ്രിക്കുകളാണെന്ന് മുദ്രയടിക്കുന്നതും ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടലെടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഗ്രഹിക്കുവാനും അതിൻ്റെ ഒപ്പം നിൽക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.